തലശ്ശേരിക്കടുത്ത് പെരിങ്ങത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അവിടെ ഫരീദ എന്നൊരു പെൺകുട്ടിയുണ്ട്. ആ ഫരീദ എന്ന പേരിൻ്റെ നേരെ ഒരു സമം ചേർത്താൽ അപ്പുറത്ത് എഴുതാൻ പറ്റിയൊരു പേരുണ്ട്, സ്നേഹം എന്നാണത്. ഫരീദ കല്യാണം കഴിഞ്ഞ് ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചത് 18 ദിവസം മാത്രം. 18 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഭർത്താവ് ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോന്നു, ഇങ്ങോട്ട് തിരിച്ചുപോയി. ഇവിടെ പെയിൻ്ററായിരുന്നു. പെയിൻറ് ജോലിൻ്റെ ഇടയിൽ വളരെ ഉയരത്തിൽ നിന്ന് വീണിട്ട് നട്ടെല്ല് പൊട്ടിയിട്ടാണ് വീട്ടിലേക്ക് തിരിച്ചു വന്നത്. നട്ടെല്ല് പൊട്ടിയ ആളുകളെ നമ്മൾ കണ്ടിരിക്കുമല്ലോ, ഒന്നിനും കഴിയൂല. കഴുത്തിന് കീഴ്പോട്ട് യാതൊരു സ്വാധീനവുമില്ലാതെ, ഒന്നനങ്ങാൻ പോലും കഴിയാതെ വാട്ടർ ബെഡിൽ കിടക്കേണ്ട അവസ്ഥയിലാണ് ആ ഭർത്താവ് തിരിച്ചു വന്നത്. ആ ഭാര്യ ഭർത്താവിൻ്റെ കൂടെ നിന്നത് എത്ര കാലമാണെന്നറിയോ? 21 വർഷം. 21 വർഷം. 21ാമത്തെ വർഷം ആ ഭർത്താവിന് ക്യാൻസർ പിടിപെട്ടിട്ട് ആശുപത്രിയിൽ ICUവിൽ കിടക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു പ്രതീക്ഷയില്ല എന്ന് പറഞ്ഞു. ഇവരൊക്കെ അത് കാത്തിരിക്കുന്ന വാർത്തയാണ്, ആർക്കൊരു ഞെട്ടലുമില്ല. പക്ഷെ ആ ഫരീദ എന്താ ചെയ്യുന്നതെന്ന് അറിയോ നിങ്ങൾ? ആ ആശുപത്രിയിലെ പ്രയർ ഹാളിലേക്ക് ഓടിച്ചെന്ന് 2 റക്അത്ത് നിസ്കരിച്ച് സുജൂദിൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്, അല്ലാഹുവേ എൻ്റെ പ്രിയങ്കരനായ ഭർത്താവിന് നീ ദീർഘായുസ് കൊടുക്കണമെന്ന്. ദീർഘായുസ് കൊടുത്തുള്ള അവസ്ഥ എന്തായിരിക്കും? ശാരീരികമായോ സാമ്പത്തികമായോ സുഖങ്ങളില്ല എന്ന് മാത്രമല്ല, ഒരു നല്ല വാക്ക് പോലും കേൾക്കൂല, കരച്ചിലും പിടിച്ചിലും മാത്രമാ. വാട്ടർ ബെഡിൽ കിടക്കുന്ന ആ ഭർത്താവിൻ്റെ കൂടെ ഒന്ന് വെറുതെ കിടക്കാൻ പോലും ആ ഭാര്യയ്ക്ക് കഴിയൂല. എന്നിട്ടും ആ ഭാര്യ പറയുന്നു, എനിക്ക് എൻ്റെ ഭർത്താവിനെ വേണം. എന്തിന്? ഈ ഇഹലോകത്തെ ഏതെങ്കിലും ഒരു കൗതുകമല്ല, ഭൗതികമായ ഒരു കൗതുകവുമല്ല ആ പെൺകുട്ടിയുടെ മനസ്സിനെ സ്വാധീനിച്ചത്, അതിനപ്പുറത്തുള്ളൊരു ലോകമാണ് ഈ വിശ്വാസം. കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു ഓങ്കോളജിസ്റ്റ് ഉണ്ട്, ക്യാൻസർ രോഗികളുടെ ഡോക്ടർ. അദ്ദേഹത്തിൻ്റെ പേര് ഡോക്ടർ VP ഗംഗാധരൻ എന്നാണ്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമുണ്ട്, ജീവിതമെന്ന അത്ഭുതം. അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന പലതരത്തിലുള്ള ക്യാൻസർ രോഗികളെക്കുറിച്ച് അദ്ദേഹം എഴുതിയ പുസ്തകമാണ്. നിങ്ങൾ എവിടുന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ പുസ്തകം വാങ്ങി വായിക്കണം. കാരണം ആ പുസ്തകത്തിൻ്റെ പ്രത്യേകത, നമ്മൾ ആ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനുഷ്യരായ മനുഷ്യരോട് മുഴുവനും നമ്മൾക്ക് സ്നേഹം തോന്നും. ആരെയും നമ്മൾ വെറുക്കൂല. ആരുടെ മുഖത്ത് നോക്കിയിട്ട് നമുക്ക് അയാൾക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് പറയൂല. മനുഷ്യൻ്റെ വില എന്താണെന്ന് പറഞ്ഞു തരുന്നൊരു പുസ്തകമാണത്. അതിൽ അദ്ദേഹം ഒരുപാട് സംഭവങ്ങൾ പറഞ്ഞു. അതിലൊരു സംഭവം, അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പെൺകുട്ടി വന്നു, ക്യാൻസർ രോഗിയാണ്, വളരെ മാരകമായ ക്യാൻസർ. അതിൻ്റെ സ്കാൻ റിപ്പോർട്ടുകളെല്ലാം നോക്കിയതിന് ശേഷം ഡോക്ടർ കുടുംബത്തോട് പറഞ്ഞു, വളരെ പ്രയാസമുണ്ട്, വളരെ ഗുരുതരമായിട്ട് തന്നെ രോഗം പടർന്നു പിടിച്ചിട്ടുണ്ട്, പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റണമൊക്കെ ഞാൻ ചെയ്യും, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എന്നെ കൊണ്ട് ആകുന്ന വിധത്തിലൊക്കെ ഞാൻ ചെയ്യാം. എനിക്കൊരു വലിയ പ്രതീക്ഷ ഒന്നും തരാൻ പറ്റൂല, ഇങ്ങനെയൊക്കെ ഞാൻ ചികിത്സിച്ച് നോക്കാം, പക്ഷെ വലിയ സാമ്പത്തിക ചെലവുണ്ട്, ലക്ഷക്കണക്കിന് രൂപയുടെ ചെലവാണ് ഡോക്ടർ പറയണത്. ഇവരുടെ കയ്യിൽ പൈസ ഇല്ല, ഇവർ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് തിരിച്ചുപോയി. പിന്നെ വരാനുള്ള പോക്കല്ല, പൈസ ഇല്ലാത്തതുകൊണ്ട് അവർ നിർത്തി പോവാണ്. 1-2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടറുടെ അടുത്തേക്ക് ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഡോക്ടർ ഞാൻ വരുന്നത് ഗൾഫിൽ നിന്നാണ്, നേരിട്ട് ഡോക്ടറുടെ അടുത്തേക്കാണ് വരുന്നത്. കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ അടുത്ത് വന്ന ആ പെൺകുട്ടിയുടെ ഭർത്താവാണ് ഞാൻ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. അപ്പോഴേക്ക് ഞാൻ ഗൾഫിലേക്ക് പോയി. ഗൾഫിലേക്ക് പോയ ഉടനെ ഈ വാർത്തയാണ് ഞാൻ കേൾക്കുന്നത്. മാരകമായ അസുഖമാണ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ ഒരുപാട് ആലോചിച്ച് എന്ത് ചെയ്യണം, ഒഴിവാക്കണം എന്നാണ് ഇപ്പോൾ എല്ലാവരും എന്നോട് പറയണത്. ഞാൻ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് ഇതാണ്, ഒഴിവാക്കണം എന്ന്. ഒഴിവാക്കിയാൽ എൻ്റെ കുടുംബമോ അവളുടെ കുടുംബമോ എന്നെ അതിൻ്റെ പേരിൽ കുറ്റപ്പെടുത്തില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവൾക്കൊരു ജീവിതമല്ല, അവനെങ്കിലും ഒരു ജീവിതം ഉണ്ടായിക്കോട്ടെ എന്നേ പറയുള്ളൂ. അല്ലെങ്കിൽ വെറും ആ ഏതാനും ദിവസങ്ങളുടെ ആത്മബന്ധം വെച്ചിട്ട് എനിക്ക് അവളെ ചികിത്സിക്കാം. ഏത് വേണമെന്ന് ഞാൻ കുറേ ചിന്തിച്ചു. ഞാൻ പെട്ടെന്നൊരു തീരുമാനത്തിലെത്തി, ഞാൻ അവളെ ചികിത്സിക്കും. ആ മരുഭൂമിയിൽ രാവും പകലും കിടന്ന് കഷ്ടപ്പെടേണ്ടി വന്നാലും ഞാൻ അവളെ ചികിത്സിക്കും. കടം വാങ്ങിയിട്ടാണെങ്കിലും ചികിത്സിക്കും. ആ ചികിത്സക്കിടയിൽ അവൾ മരിച്ചു പോകുകയാണെങ്കിൽ സന്തോഷത്തോടു കൂടി അവളെ മരിപ്പിക്കും. അതല്ല, ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അതിലേറെ സന്തോഷത്തോടു കൂടി അവളെ സ്വീകരിക്കും എന്ന് പറഞ്ഞിട്ട് ആ ചെറുപ്പക്കാരൻ ഗൾഫിലേക്ക് തന്നെ തിരിച്ചുപോയി. പൈസ അയക്കുന്നത് ഡോക്ടറുടെ അക്കൗണ്ടിലേക്കാണ്.
ഡോക്ടർ ആ പെൺകുട്ടിയെ ചികിത്സിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി റിക്കവറായി എന്ന് മാത്രമല്ല, BA കഴിഞ്ഞു, MA കഴിഞ്ഞു, B.Ed കഴിഞ്ഞു. ഇന്ന് എറണാകുളം ജില്ലയിലെ കളമശ്ശേരിയിൽ ഒരു സ്കൂൾ അധ്യാപികയാണെന്ന് മാത്രമല്ല, 2 പിഞ്ചോമനകളുടെ ഉമ്മയുമാണ്. മാഷാ അല്ലാഹ്. ഭർത്താവിനെ സ്നേഹിച്ച ഭാര്യയും ഭാര്യയെ സ്നേഹിച്ച ഭർത്താവും. ഉപാധികളില്ലാത്ത സ്നേഹമാണിത്. മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള ഇഷ്ടമാണിത്. എത്ര തന്നെ കഷ്ടപ്പാടുകളിലും ദുരിതങ്ങളിലും കൂടെ ഉണ്ടാകുമെന്ന കൈപ്പിടുത്തമാണിത്. കൂടെ ഉണ്ടാകുന്നുള്ള ഒരു ഊക്കും ഊർജവുമാണത്. ഇതെങ്ങനെയാണ് കൈവരുന്നത്? ഇത് കൈവരാൻ വേറൊരു മാർഗമല്ല, ഈമാൻ മാത്രമേ ഉള്ളൂ. അതാണ് വിശ്വാസത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈമാൻ നമ്മൾക്ക് നൽകുന്ന മനസ്സമാധാനം. ഞാനത് വിശദീകരിക്കുക. ഞാൻ 1-2 സംഭവങ്ങൾ മാത്രം പറയാം. നമ്മൾ കേൾക്കുകയും നമ്മുടെയൊക്കെ ഇടയിൽ സംഭവിക്കുകയും ചെയ്തിട്ടുള്ള 1-2 ഉദാഹരണങ്ങൾ മാത്രം പറയാം. എന്താണ് നമ്മളെപ്പോലെയുള്ള പച്ച മനുഷ്യർക്ക് എങ്ങനെയാണ് അവരുടെ ഈമാൻ ഏറ്റവും നല്ലൊരു അനുഭവമായി മാറുന്നത്? കുവൈറ്റിലുള്ള നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു സംഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ മകൻ്റെ ഭാര്യ ഗർഭിണിയാവുമ്പോൾ ഏറ്റവും വലിയ സന്തോഷമാണ്. കുറച്ച് കാലം പിന്നിട്ടിട്ടാണ് ഗർഭിണിയാവുന്നത്. അവരുടെ ഏറ്റവും വലിയ സന്തോഷമായിരുന്നു അത്. അങ്ങനെ ഓരോ മാസവും സ്കാൻ എടുക്കുന്ന സമയത്ത് യാതൊരു പ്രശ്നമില്ല, ഒരു കുഴപ്പമില്ല. ഡോക്ടർ വളരെ ആശ്വാസം പറഞ്ഞു, യാതൊരു പ്രശ്നമില്ല, നോർമലാണ് എന്ന് ഡോക്ടർ പറയുന്നു. അവർ സന്തോഷിക്കുന്നു. എന്നാൽ 9ാമത്തെ മാസം, അവസാനത്തെ മാസത്തെ സ്കാൻ എടുക്കുന്ന സമയത്ത് ആ റിപ്പോർട്ട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു കുഴപ്പമാണ് എന്ന് പറഞ്ഞു. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല, കുട്ടിയുടെ കിടത്തം കുറച്ച് കുഴപ്പത്തിലാണ്, കുട്ടി തിരിഞ്ഞു വന്നിട്ടില്ല എന്ന് പറഞ്ഞു. കുട്ടി ഒന്ന് തിരിഞ്ഞു വരണമല്ലോ, അപ്പോഴാണല്ലോ സുഖപ്രസവം ഉണ്ടാവുന്നത്. ഇത് കേട്ടപ്പോൾ ഇവരൊക്കെ ആകെ വല്ലാത്ത ഒരു അവസ്ഥയിലായിപ്പോയി. അവരുടെ ജീവിതത്തിൽ അവരെ അനുഭവിക്കുന്ന ഒരു വലിയ സങ്കടമാണത്. കാരണം തീർച്ചയായിട്ടും ഓപ്പറേഷൻ വേണ്ടി വരും. അത് പിന്നെ ആ ഉമ്മയ്ക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും എന്ന് പല അനുഭവങ്ങളും നമ്മൾക്കുണ്ട്. പലതരത്തിലുള്ള ചെറുതോ വലുതായ പ്രയാസങ്ങൾ ഉണ്ടായിന്ന് വരാം. തീർച്ചയായിട്ടും നമുക്കാർക്കും ഇഷ്ടമില്ല. കുട്ടിക്ക് അത് നല്ലതാണെങ്കിൽ ഉമ്മാക്ക് അതുകൊണ്ട് പ്രയാസം ഉണ്ടായിന്ന് വരാം. അപ്പം ഇവരും അത് ഇഷ്ടപ്പെട്ടില്ല. ഇവർ വല്ലാത്ത അസ്വസ്ഥതയും സങ്കടമായി അവരുടെ കുടുംബത്തിൽ. ഭക്ഷണം പോലും ഉണ്ടാക്കാത്ത ദിവസങ്ങളുണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു, സങ്കടം കൊണ്ട്. അങ്ങനെ ഡോക്ടർ സിസേറിയന് ഒരു ഡേറ്റ് കൊടുത്തു. ആ ഡേറ്റിന് പോകാനിരിക്കുകയാണ്. പുറത്ത് വണ്ടി എത്തിയിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോഴും ആ വീട്ടിലെ ഓരോ ആളുകളും പറയുന്നത്, നമ്മൾ ഇത്ര നിസ്കരിച്ചിട്ടും ഇത്ര നോമ്പ് നോറ്റിട്ടും ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തിനാണ് പടച്ചോൻ നമുക്ക് തന്നെ ഇങ്ങനെ ഒരു പരീക്ഷണം തന്നത്? നമ്മൾ ഇസ്ലാമിക പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്, പടച്ചോനോട് വളരെ അടുപ്പുള്ള ആളുകൾ, എന്നിട്ട് പടച്ചോൻ എന്താണ് നമ്മളെങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് അവരിങ്ങനെ പറഞ്ഞപ്പോൾ ആ പെൺകുട്ടി ഒരു വാക്ക് പറഞ്ഞു. ഗർഭിണിയായിരിക്കുന്ന ആ പെൺകുട്ടി ഒരു വാക്ക് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നറിയോ? ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചോനെയാണ് എനിക്ക് വിശ്വാസമുള്ളത്. നിങ്ങൾ എന്തിനാണ് ബേജാറാവുന്നത്? ആകാശഭൂമികളെ മുഴുവനും തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പടച്ചോനാണ് എനിക്ക് വിശ്വാസമുള്ളത്. ആ പടച്ചോൻ എൻ്റെ കുട്ടിയെ ഒന്ന് തിരിച്ചു കടത്തണം എന്നുണ്ടെങ്കിൽ അത്രയും പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നാണ് അവൾ പറഞ്ഞത്. എന്നിട്ട് പോയിട്ട് കരഞ്ഞ് കണ്ണീരണിഞ്ഞ് അള്ളാഹുവിനോട് അവൾ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന പടച്ചോൻ കേട്ടു. ഡോക്ടർ പോലും അത്ഭുതപ്പെടുന്ന വിധത്തിലാണ് കുട്ടി തിരിഞ്ഞു വന്നത്. സുഖപ്രസവമായി എന്ന് മാത്രമല്ല, കുവൈറ്റിൽ ഇന്നും 2 വയസ്സുകാരനായ ആ പിഞ്ചോമന ജീവിക്കുന്നുണ്ട്. എന്താണിത്? നേരത്തെ ലിയോപോൾഡ് വൈസ് മരുഭൂമിയുടെ വിജനതയിലിരുന്ന് ഓർത്ത ആ നെറുകയുടെ നേരെ തോക്ക് ചൂണ്ടിയപ്പോൾ ഓർത്തൊരു വചനമുണ്ടല്ലോ, ആ വചനമാണിത്. വലനബലു അഖ്ബാറക്കും. ഒരു പ്രയാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു അനുഭവം ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ പഠിച്ചൊരു പെൺകുട്ടിയുടെ കഥ. എക്സാം നടക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഫോൺ വരിക, ഉപ്പാക്ക് തീരെ സുഖമില്ലാന്ന്. ഇവള് പറഞ്ഞു, എൻ്റെ എക്സാം എനിക്ക് മുടക്കാൻ കഴിയില്ല. എക്സാം അന്ന് എഴുതി, പിറ്റേന്ന് എക്സാം എഴുതി, പിറ്റേന്ന് വീട്ടിൽ നിന്ന് ഫോൺ വന്നു, ഉപ്പാക്ക് തീരെ സുഖമില്ല, എന്തായാലും വരണം, തീരെ സുഖമില്ല എന്ന് പറഞ്ഞിട്ട് അവള് എക്സാം വേഗം എഴുതിയിട്ട് അവളെ ഈ കൂട്ടത്തിലുള്ള അവളുടെ സുഹൃത്തുക്കൾ എന്ത് ചെയ്യാണ്, ആൺകുട്ടികൾ അവളുടെ ഒരു വണ്ടി വിളിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഒരു ജീപ്പ് വിളിച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ആ സമയത്ത് അവളുടെ കയ്യിൽ ഒരു കവറുണ്ട്, ഒരു ബാഗുണ്ട്. അപ്പം ആരും ചോദിച്ചു, എന്തിനാണ് ഈ ബാഗ് എന്ന് ചോദിച്ചു. വേഗം പോയി വരാനുള്ളതല്ല, എന്തിനാ ബാഗ്? അപ്പോൾ അവൾ പറഞ്ഞു, ഇതിൻ്റെ നിസ്കാര കുപ്പായാണ്. എൻ്റെ ഉപ്പ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. അവർക്ക് എന്നോട് പറയാൻ മടിയായിട്ടാണ്, എൻ്റെ ഉപ്പ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും. ഇത് പറഞ്ഞ അവള് ആ വീട്ടിലേക്ക് എത്തിയപ്പോൾ ആ വീട് നിറയെ ആളുകളായിരുന്നു. അവളുടെ സംശയം ശരിയായിരുന്നു, അവളുടെ ഉപ്പ മരണപ്പെട്ടിരുന്നു. ആ ഉപ്പയ്ക്ക് വേണ്ടി അവളുടെ നിസ്കാര കുപ്പായം അണിഞ്ഞ് കണ്ണുനീരടിഞ്ഞ് പ്രാർത്ഥിച്ച് അവൾ തിരിച്ചു വന്ന് വീണ്ടും പരീക്ഷ എഴുതി.
ഇതെന്താണ്? ഇതിൻ്റെ പേരാണ് ഈമാൻ. നമ്മുടെ പ്രതിസന്ധികളിലും നമ്മുടെ വേദനകളിലും നമ്മുടെ കഷ്ടപ്പാടുകളിലും നമ്മൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ആശ്വാസമാണ് യഥാർത്ഥത്തിൽ ഈമാൻ. ആ കഷ്ടപ്പാടുകളുടെ എല്ലാം ഒടുവിൽ നമ്മൾക്ക് വരാനിരിക്കുന്ന ഒരു നല്ല കാലത്തെക്കുറിച്ചുള്ള പ്രതീക്ഷയാണത്. ഒരുപക്ഷെ ഈ ലോകത്താവണമെന്നില്ല, അല്ലെങ്കിൽ മറ്റൊരു ലോകത്ത് നമ്മൾക്ക് വരാനിരിക്കുന്നു. ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കഷ്ടപ്പാട് എന്താ? പ്രസവമാണ്. എന്നാൽ ഒരു സ്ത്രീയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം എന്താ? ആ കുട്ടിയെ ഒന്ന് കാണലാണ്, അല്ലേ? ഏറ്റവും വലിയ കഷ്ടപ്പാട് അനുഭവിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സന്തോഷം ജീവിതത്തിൽ ഉണ്ടാവുന്നത്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു പേരക്കുട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരും അലി എന്നാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ മകനാണ്. അലി എന്നാണ് പേരെങ്കിലും ആ പേര് ആർക്കും അറിയില്ല. അദ്ദേഹത്തിന് ജനങ്ങളിട്ടൊരു പേരുണ്ട്, സൈനുൽ ആബിദീൻ. അത്രയധികം ഇബാദത്തുകൾ ചെയ്യുന്ന അത്രയും നല്ലൊരു മനുഷ്യനായിരുന്നു. ധാരാളമായി നല്ല പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച ആളായിരുന്നു. അദ്ദേഹം മരിച്ച ദിവസം അദ്ദേഹത്തിൻ്റെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ മുതുകിൽ ഒരു വലിയ തഴമ്പുണ്ട്, ഒരു കറുത്ത തഴമ്പ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ കുളിപ്പിക്കുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു, എന്താണ് ഈ തഴമ്പ്? അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഒരിക്കലും അധ്വാനിക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ എന്താണ് ഈ തഴമ്പ്? നല്ല കുടുംബത്തിൽ ജനിച്ച ആളാണ്, ഒരിക്കലും ഒരു ഭാരം വഹിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല. പിന്നെ എന്താണ് ഈ തഴമ്പ്? ആർക്കും മനസ്സിലായില്ല. ഭാര്യയോട് ചോദിച്ചു, ഭാര്യ പറഞ്ഞു എനിക്കറിയില്ല. മക്കളോട് ചോദിച്ചു, ഞങ്ങൾക്ക് അറിയില്ല. ആർക്കും അറിയില്ല. അദ്ദേഹത്തെ മറവ് ചെയ്തു. മറവ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ നാട്ടിലൊരു ചെറിയ ഏരിയ ഉണ്ട്, ഒരു 10-15 കുടുംബങ്ങൾ മാത്രം ജീവിക്കുന്ന ഒരു ചെറിയ ഏരിയ. അവിടെ കൂടുതലും അനാഥകളായ കുട്ടികൾ, വിധവകളായ സ്ത്രീകളാണ്, രോഗികളായ ഉപ്പമാർ, ഇങ്ങനെയുള്ളൊരു പാവപ്പെട്ട ഏരിയയാണ്. ആ ഏരിയയിലുള്ള ആളുകൾ മുഴുവനും പട്ടിണിയായിപ്പോയി. അപ്പോൾ ആളുകൾ ചെന്നിട്ട് അവരോട് ചോദിച്ചു, ഇത്രയും കാലം നിങ്ങൾക്ക് ആരാണ് ഭക്ഷണം തന്നതെന്ന്? അപ്പോൾ അവർ പറഞ്ഞു, ആരാന്നറിയില്ല. എല്ലാ ശനിയാഴ്ചയും രാത്രി ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ ഭക്ഷണ ധാന്യങ്ങളും പച്ചക്കറിയും ഒക്കെ കൊണ്ടുവന്നിച്ചിട്ട് ഒരാൾ പോകാറുണ്ട്. അയാളെ പല പ്രാവശ്യം ഞങ്ങൾ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. അയാളെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. അയാളുടെ മുഖം ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. 1-2 ആഴ്ചയായിട്ട് അയാൾ വരാറില്ല എന്ന് പറഞ്ഞു. അതായിരുന്നു ആ തഴമ്പ്. എൻ്റെ സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഒരാൾ വന്നു. അദ്ദേഹത്തിന് അറിയില്ല. അയാൾ ചോദിച്ചു, ഇന്ന ആളുടെ വീടല്ലേ? അതെ, ഇന്ന ആളുടെ വീടാണ്. നിങ്ങളുടെ വീട്ടിൽ 2 കൊല്ലം മുമ്പ് എന്തോ ഒരു ഫംഗ്ഷൻ നടന്നിട്ടില്ലായിരുന്നു, കല്യാണമോ സൽക്കാരമോ ഒക്കെ നടന്നിട്ടില്ലായിരുന്നു? അതെ, കല്യാണം നടന്നിരുന്നു, എൻ്റെ അനിയൻ്റെ കല്യാണം നടന്നിരുന്നു. അതിന് നിങ്ങൾ മാംസം വാങ്ങിയിരുന്നത് ഇന്ന പീടിയിൽ നിന്നിരുന്നില്ലേ? അതെ, ആ പീടിയിൽ നിന്നായിരുന്നു. ആ പീടിയൻ്റെ മുതലാളിയാണ് ഞാൻ. നിങ്ങളുടെ തുലാസ് ഞങ്ങൾ ഒരു സൂക്ഷ്മ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി ഈ അടുത്താണ് കൊടുത്തത്. അപ്പോഴാണ് അറിയണത് അത് 200 ഗ്രാം കുറവായിട്ടാണ് കാണിക്കുന്നത്. ആ പൈസ തരാൻ വന്നാണ്. ആ പൈസയുടെ കെട്ടവിടെ വെച്ചിട്ട് അയാൾ തിരിച്ചുപോയി. ഒരു സൽക്കാരത്തിന് പോലും നിൽക്കാതെ അയാൾ തിരിച്ചുപോയി. പിന്നെയാണ് അറിയണത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുള്ള ഒരുപാട് വീടുകളിൽ കയറി ഇറങ്ങി ആ പണം അവിടെ കൊടുത്തിട്ടുണ്ട്. ആ ദിവസം രാത്രി അദ്ദേഹം മരിച്ചുപോയി എന്ന്. മഞ്ചേരിയിൽ നടന്നൊരു സംഭവമാണ്. എന്നാലോചിക്കൂ, നമ്മുടെയൊക്കെ വളരെ സ്വകാര്യമായൊരു ജീവിതം ഉണ്ടല്ലോ, പച്ചയായൊരു ജീവിതം. അവിടെ പരലോകം നമ്മെ സ്വാധീനിക്കുകയാണ്. കണ്ണൂർ കൂത്തുപറമ്പുള്ള എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞ മറ്റൊരു അനുഭവം ഇതുപോലെ ചേർത്ത് വെക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഉമ്മയുടെ അടുത്ത് ഉമ്മയുടെ അമ്മാവന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് ഒരു സ്വർണ്ണമാല കൊടുത്തു. അപ്പം ഉമ്മ ചോദിച്ചു, എന്തിനാണ് ഇക്കാക്ക ഈ സ്വർണ്ണമാല? ഇക്കാക്ക പറഞ്ഞു, കുറേ മുമ്പ് നീ കുട്ടിയായിരുന്ന കാലത്ത് നിന്റെ ഒരു മാല നഷ്ടപ്പെട്ട് നിനക്ക് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മയുണ്ട്, ഞാനും മറക്കൂല, അത്രയും എന്നെ വേദനിപ്പിച്ചു എന്നാണത്. ആ മാലയാണിത് എന്ന് പറഞ്ഞു. 47 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ പെൺകുട്ടിയുടെ കഴുത്തിൽ നിന്നൊരു മാല നഷ്ടപ്പോൾ പല ആളുകളെയും സംശയിച്ചിട്ടുണ്ട്. അയൽപ്പക്കത്തുള്ള ആളുകളെ സംശയിച്ചിട്ടുണ്ട്, അവിടെ വന്ന് ഇറങ്ങുന്ന പല ആളുകളെയും സംശയിച്ചിട്ടുണ്ട്. ഒരിക്കലും ആ വീട്ടിലെ അവരുടെ അമ്മാവനെ സംശയിച്ചിട്ടില്ല. പക്ഷെ അമ്മാവൻ പറയണം, അത് ഞാനായിരുന്നു എടുത്തത്. ഇത് നീ വേറെ ആരോടെങ്കിലും പറയണമെങ്കിൽ പറഞ്ഞോ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, പക്ഷെ പടച്ചോൻ്റെ മുമ്പിൽ ഞാൻ കുറ്റക്കാരനാകൂല. നോക്കൂ, ഇതാണത്. യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. പരലോകത്തിലെ വിശ്വാസത്തെക്കുറിച്ച് 2 കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട്. ഒന്ന്, ഈമാൻ എന്നതുമായി ബന്ധപ്പെട്ട് പരലോകത്തെ വിശ്വസിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ എന്താണെന്നറിയോ? യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ, പരലോകത്തിൽ സാക്ഷികളാവുക എന്നാണത്. അത് പരലോകത്തിൽ വിശ്വസിക്കലല്ല, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ സാക്ഷിയാവുക എന്നുള്ളതാ.
എൻ്റെ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്ന ഒരാൾക്ക് ഓർമ്മ വരണം എൻ്റെ പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഒരു പരലോകമുണ്ടെന്ന്. ഞാനത് പറഞ്ഞു കൊടുത്തിട്ടല്ല. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന, എൻ്റെ കീഴെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ബോധ്യപ്പെടണം ഒരു പരലോകമുണ്ടെന്ന്. അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടല്ല. അതിനു മുമ്പ് എൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടിട്ട്, എൻ്റെ ജീവിതം കണ്ടിട്ട് അവർക്ക് ബോധ്യപ്പെടുക. അതിൻ്റെ പേരാണ് യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. യുസദ്ദിഖൂന ബിയൗമിദ്ദീൻ. മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മഹുല്ല, നിങ്ങൾ കേട്ടിരിക്കും, രണ്ടാം ഉമർ എന്ന പേര് കേട്ട വിശ്രുതനായ ഇസ്ലാമിക ഒരു ഭരണാധികാരിയാണ്, മുസ്ലിം ഭരണാധികാരിയാണ്. അദ്ദേഹം ഒരു ദിവസം പള്ളിയുടെ മുറ്റത്ത് സക്കാത്തിൻ്റെ കുറേ ഫ്രൂട്ട്സ് കൊടുത്തിട്ട് ആളുകൾ നിറച്ചിട്ടുണ്ട്. ആപ്പിളുണ്ട്, ഈത്തപ്പഴമുണ്ട്, ഇങ്ങനെയുള്ള എല്ലാ വിഭവങ്ങളും മുറ്റത്ത് ഇങ്ങനെ നിറച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം അത് ആളുകൾക്ക്, അർഹരായ ആളുകൾക്ക് ഇങ്ങനെ വീതിച്ചു കൊടുക്കുന്നതിൻ്റെ ഇടയിൽ അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടി ഓടി വന്നിട്ട് ഒരു ആപ്പിൾ കടിച്ചു തിന്നു. ഇദ്ദേഹം ഇത് കണ്ട പാടെ കുട്ടിയുടെ അടുത്തേക്ക് ഓടി ചെന്ന് 2 വിരലും കുട്ടിയുടെ വായിലേക്ക് തിരികിയിട്ട് കുട്ടിയോട് ഛർദ്ദിക്കാൻ പറഞ്ഞു. കുട്ടി വാവിട്ട് കരയാ, കുട്ടിക്ക് ഛർദ്ദിക്കാൻ കഴിയുന്നില്ല, കരയാണ്, ഉറക്ക കരയാ. ആ സമയത്ത് വേറൊരാളും അവിടെ കരയുന്നുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഫാത്തിമ. വൈകുന്നേരമായി. അദ്ദേഹം വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വരുമ്പോൾ ഭക്ഷണത്തളികയിൽ ഒരു ആപ്പിൾ കിടക്കുന്നുണ്ട്. അദ്ദേഹം സംശയത്തോടു കൂടി ഭാര്യ ഇങ്ങനെ നോക്കി. ഭാര്യ പറഞ്ഞു, സംശയിക്കണ്ട, അത് അവിടുന്ന് എടുത്തതല്ല, എൻ്റെ മോതിരം വിറ്റ പൈസ കൊണ്ട് ഞാൻ വാങ്ങിയതാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഫാത്തിമ, ഇന്ന് ഉച്ചയ്ക്ക് നമ്മുടെ കുട്ടി ആ ആപ്പിൾ കഷ്ണം കടിച്ചപ്പോൾ ഞാൻ ആ കുട്ടിയുടെ വായിലേക്ക് വിരൽ തിരികിട്ട് അത് ഛർദ്ദിക്കാൻ വേണ്ടി പറഞ്ഞ സമയത്ത് നിന്റെ കണ്ണ് നിറഞ്ഞത് ഞാൻ കണ്ടിരുന്നു ഫാത്തിമ. നീ എൻ്റെ കണ്ണ് കണ്ടിരുന്നു, എൻ്റെ കണ്ണും നിറഞ്ഞിരുന്നു ഫാത്തിമ. പിന്നെയും ഞാൻ അങ്ങനെ ചെയ്തത് എന്തിനാന്ന് നിനക്കറിയോ? നാളെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരു നിൽക്കൽ നമ്മൾ നിൽക്കും. ആ സമയത്ത് എൻ്റെ കുട്ടി അങ്ങനെ ഒരു ഹറാമായ ഭക്ഷണം കഴിക്കുമ്പോൾ ആ കുട്ടിയെ തടഞ്ഞില്ലല്ലോ എന്ന പേരിൽ ഞാൻ കുറ്റക്കാരനാകരുത് ഫാത്തിമ. അങ്ങനെ ഒരു ഹറാമായ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ നമ്മുടെ കുട്ടിയും കുറ്റക്കാരനാകരുത് ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഭരണാധികാരിയുടെ ചിത്രമുണ്ട്. എന്താണിത്? പരലോകം എന്ന വിശ്വാസം മനുഷ്യൻ്റെ ജീവിതത്തെ ആഴത്തിൽ സ്വാധീനിക്കുകയാണ്. അതൊരു വെളിച്ചമാണ് ശരിക്ക്. പരലോകം നമ്മുടെ ജീവിതത്തെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഇഹലോകത്തിലെ ആർഭാടങ്ങൾ നമുക്കൊരു പുല്ല് വില പോലും ഉണ്ടാവില്ല. ഇഹലോകത്തിലെ ഈ ജാടകൾ നമ്മൾക്കൊരു പുല്ല് വില പോലും ഇല്ലാതെ നമ്മൾ വലിച്ചെറിയും. ഇഹലോകത്തിലെ പ്രസിദ്ധിയും ഇഹലോകത്തിലെ പേരും നമ്മൾക്ക് ഒരു ചെറിയ വില പോലും ഇല്ലാതെ നമ്മൾ വലിച്ചെറിയും, എടുത്തൂരിയെറിയും. പരലോകം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ, അത്രയും നമ്മുടെ ജീവിതത്തെ പരലോകം സ്വാധീനിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ആ വെളിച്ചമുള്ള ജീവിതമായി മാറുന്നത്. നിങ്ങൾ നോക്കൂ, നമ്മുടെ കുട്ടികളെ നമ്മൾ എത്ര ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത അത്രയും നമ്മുടെ മക്കളെ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്. ആ കുട്ടികളുടെ ഇഷ്ടങ്ങൾ, അവരുടെ ആഗ്രഹങ്ങൾ, അവർ പറയുന്ന കാര്യങ്ങൾ, അവരുടെ പഠനം, അവരുടെ ജോലി, അവരുടെ ആവശ്യങ്ങൾ, ഇതിനാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ അങ്ങനെ നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന നമ്മുടെ ഒരു കുട്ടി ഒന്ന് വളർന്ന് ജോലിയൊക്കെ ആയി ശമ്പളക്കാരനായതിനു ശേഷം നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു വാക്കിന് വില കൽപ്പിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ വീട്ടിൽ വരുമ്പോൾ കുട്ടിയുടെ വർത്താനം ചോദിക്കുമ്പോൾ നമ്മൾ പറയും, അവൻ എനിക്കൊരു വില തരുന്നില്ല എന്ന് പറയും. നമ്മൾ പറയുന്നത്, അവൻ എനിക്കൊരു വില തരുന്നില്ലടോ, ഞങ്ങൾക്ക് അവനൊരു വില തരുന്നില്ലടോ എന്ന് പറയും, അല്ലേ? എന്നാൽ ഇതേ വാക്കാണല്ലോ സർവശക്തനായ പടച്ചോന് അവൻ്റെ ചില അടിമകളെ കുറിച്ച് പറഞ്ഞത്. സൂറത്തുൽ ഹജ്ജിലെ 74-ാമത്തെ വചനം, വമാ ഖദറുല്ലാഹ ഹഖ്ഖ ഖദ്രിഹി. അവരുടെ ജീവിതത്തിൽ എനിക്കൊരു വിലയില്ലടോ. എത്രയെത്ര രോഗങ്ങൾ അവൻ്റെ ചുറ്റുപാടുമുണ്ടായിട്ടും ഒരു രോഗം പോലും അവന് നാം വരുത്തിയില്ല. എത്രയെത്ര അപകടങ്ങൾ അവൻ്റെ ചുറ്റുഭാഗത്തുണ്ടായിട്ട് ഒരു അപകടം പോലും വരുത്താതെ അവനെ ഒരു കൊച്ചു കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ സംരക്ഷിച്ചിട്ട് അവൻ ചോദിക്കാത്തത് തന്നെ വാരിക്കോരി അവന് കൊടുത്തിട്ട്, അവൻ ചോദിച്ചത് തന്നെ എമ്പാടും അവന് കൊടുത്തിട്ട് അവൻ എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് അള്ളാഹു പറയുന്ന ആ ഒരു സന്ദർഭം ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്വന്തം കുട്ടിയെക്കുറിച്ച് ആ വാപ്പ പറയുന്ന മനസ്സൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ പടച്ചവൻ നമ്മളെക്കുറിച്ചാണ് പറയണമെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്താണ് നമ്മൾ പടച്ചവന് കൊടുക്കേണ്ട വില എന്ന് പറഞ്ഞാൽ? എന്താണ് നമ്മൾ പടച്ചവന് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ട പ്രയോറിറ്റി? എന്താണ് പ്രയോറിറ്റിയാണത്? അത് മറ്റെന്തിനേക്കാളും മുകളിലാവുക എന്നുള്ളതാ. നമ്മൾക്ക് ഈ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ പടച്ചവൻ തന്നതാണ്. നമുക്ക് ആർക്കൊരു സംശയമില്ല, പടച്ചവൻ തന്നതാണ്. എന്നാൽ ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നതിന് ശേഷം പടച്ചവൻ ഒരു കാര്യം പറയുന്നുണ്ട്. സൂറത്തു തൗബയിലെ 24-ാമത്തെ വചനം,
ഒരു വിശ്വാസിയുടെ ഉള്ളിനെ വീണ്ടും 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 അസ്വസ്ഥമാക്കേണ്ട ഒരു വചനമാണത്. നമ്മുടെ മനസ്സിനെ വീണ്ടും 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 താക്കീത് ചെയ്യുന്ന വചനമാണത്. ഒരമ്പ് പോലെ നമ്മുടെ മനസ്സിൽ തറച്ചു കയറേണ്ട വചനമാണത്. നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ ഇണ, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ കച്ചവടം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ മാതാപിതാക്കൾ, ഇങ്ങനെ 8 കാര്യങ്ങൾ പറഞ്ഞിട്ട് അള്ളാഹ് ചോദിക്കുകയാണ്, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി. ഇതൊക്കെയാണ് നിങ്ങൾക്ക് പടച്ചവനേക്കാളോ അവന്റെ റസൂലിനേക്കാളോ അവന്റെ മാർഗത്തിലുള്ള അധ്വാനത്തെക്കാൾ നിങ്ങൾക്ക് പ്രിയം പടച്ചവൻ തന്ന ഈ കാര്യങ്ങളൊക്കെയാണോ എന്ന്? അഥവാ പടച്ചവൻ തന്ന ഏതെങ്കിലും ഒരു കാര്യമാണോ അതേ പടച്ചവനെ മറക്കാൻ കാരണമായത് എന്ന്? അതാണ് ആ ചോദ്യം. പടച്ചവൻ തന്ന ഏതെങ്കിലും ഒരു കാര്യമാണോ അതേ പടച്ചവനെ തന്നെ മറന്നു പോകാൻ, ആ പടച്ചവന് കൊടുക്കേണ്ടത് നീട്ടിവെക്കുവാൻ നമ്മെ പ്രേരിപ്പിച്ചത് എന്ന് തന്നെയാണ് ആ ചോദ്യം. തീർച്ചയായിരിക്കും ഈ 8 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും. നമ്മുടെ ഒരു ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് ഈ 8 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കും. ഒന്നുകിൽ നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ, കുടുംബം, ഇങ്ങനെ നമ്മൾ പറയുന്ന കുറെ എണ്ണിപ്പറയുന്ന കുറെ കാര്യങ്ങൾ അടിസ്ഥാനപരവും അത്യാവശ്യപരവുമായ കാര്യങ്ങളെക്കുറിച്ചല്ല, അലസമായി നമ്മൾ ഉപേക്ഷിച്ച കാര്യങ്ങളെക്കുറിച്ച്. നിങ്ങൾ നോക്കൂ, നമ്മുടെ ഉപ്പയോ നമ്മുടെ ഉമ്മയോ നമ്മുടെ വല്യപ്പയോ വല്യമ്മയോ ഒക്കെ മരിച്ചു പോയിട്ടുണ്ടാവുമല്ലോ. എന്താണ് അവരുടെ സമ്പാദ്യം? വെറുതെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ കുടുംബത്തിലൊരു ഉമ്മമ്മ ഉണ്ടായിരുന്നു. ആ ഉമ്മമ്മൻ്റെ ജീവിതം മുഴുവനും മക്കൾക്ക്, കുട്ടികൾക്ക്, പേരക്കുട്ടികൾക്ക്, ഇങ്ങനെയായിരുന്നു ജീവിതം മുഴുവനും. ആ ഉമ്മമ്മ പെട്ടെന്ന് മരിച്ചുപോയി. യാതൊരു പ്രത്യേക അസുഖങ്ങളൊന്നുമില്ലാതെ പെട്ടെന്ന് മരിച്ചുപോയി. എല്ലാവരെയും വല്ലാതെ സങ്കടപ്പെടുത്തിയൊരു മരണമായിരുന്നു അത്. എല്ലാവരും തറവാടിൽ ഒരുമിച്ച് കൂടിയിരുന്ന് ഒരുപാട് പൊട്ടിക്കരഞ്ഞു. എല്ലാവരും ആ തറവാട്ടിൽ നിന്ന് പിരിയുമ്പോൾ പരസ്പരം പറഞ്ഞൊരു വാക്കുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഇനി തറവാട്ടിലേക്ക് വരിക? ഉമ്മമ്മല്ലാത്തൊരു വീട്ടിലേക്ക് നമ്മൾ എങ്ങനെയാണ് വരിക എന്ന് പരസ്പരം പറഞ്ഞിട്ട് അവർ പിരിഞ്ഞുപോയി. മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ ആരും അങ്ങനെയൊന്നും പറയാറില്ല. വല്ലപ്പോഴും ഒരു പെരുന്നാൾ വരുമ്പോൾ, ഒരു നോമ്പ് വരുമ്പോൾ, ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ എല്ലാവരും ഒന്ന് ഒരുമിച്ച് കൂടുമ്പോൾ ഒന്ന് പറഞ്ഞൊന്ന് വരാം. ഉമ്മ ഉണ്ടായിരുന്ന കാലത്തെ നോമ്പിനെ കുറിച്ച്, ഉമ്മ ഉണ്ടായിരുന്ന കാലത്തെ അത്താഴത്തെക്കുറിച്ച്, ഉമ്മ ഉണ്ടായിരുന്ന കാലത്തെ ആ നോമ്പിന് വേണ്ടിയുള്ള ഒരുക്കത്തെക്കുറിച്ച്, ഉപ്പ ഉണ്ടായിരുന്ന കാലത്തെ ആ സന്തോഷത്തെക്കുറിച്ച് ഒന്ന് വെറുതെ ഒന്ന് പറഞ്ഞൊന്ന് വരാം. നമ്മുടെ ഒന്നും മനസ്സിൽ അവരൊന്നുമില്ല. നമ്മുടെ മനസ്സിൽ നമ്മുടെ സന്തോഷങ്ങളാണുള്ളത്. ശരി, ആ ഉമ്മമ്മയുടെ ഖബറിൽ ആ ഉമ്മമ്മയ്ക്ക് എന്താണ് ഉള്ളത്? ഇതാണ് ചോദ്യം. അഥവാ ഞാനും നിങ്ങളുമാകുന്ന നമ്മുടെ ഈ ജീവിതം കൊണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്ക് എന്താണ് ഉള്ളത്? നമ്മുടെ സമ്പത്തിനെ ചൂണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ സമ്പാദ്യം എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരുടേതല്ലേ? നമ്മുടെ മക്കളെ ചൂണ്ടിയിട്ടാണ് നമ്മുടെ സമ്പാദ്യം നമ്മൾ പറയണമെങ്കിൽ നമ്മളൊന്ന് മരിച്ചു പോയാൽ നമ്മുടെ ഖബറിന്റെ അടുത്ത് വന്നിട്ടൊന്ന് നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോലും സമയം കാണുന്നില്ലെങ്കിൽ അവരെങ്ങനെയാണ് നമ്മുടെ സമ്പാദ്യമാവുക? നമ്മുടെ ഉപ്പയുടെ, നമ്മുടെ ഉമ്മയുടെ, നമ്മുടെ വല്യുപ്പയുടെ, നമ്മുടെ വല്യുമ്മയുടെ ഖബറിന്റെ അടുത്തൊന്ന് പോയിട്ട് അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പടച്ചവനോടൊന്ന് പ്രാർത്ഥിക്കുവാൻ പോലും നമ്മളാരും സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവരുടെ സമ്പാദ്യമാവുക? പിന്നെ എന്താണ് നമ്മുടെ സമ്പാദ്യം? ഈ മക്കളായിരുന്നാലും സമ്പത്തായിരുന്നാലും നാളേക്ക് കൂടി നമുക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ സമ്പത്താണ്, നമ്മുടെ സമ്പാദ്യമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വളരെ മനോഹരമായൊരു ഹദീസുണ്ട്. ഓരോ മനുഷ്യനും 3 സുഹൃത്തുക്കളുണ്ട്. ഓരോ മനുഷ്യനും. ഒന്നാമത്തെ സുഹൃത്ത് സമ്പത്താണ്. സമ്പത്ത് മനുഷ്യനോട് പറയും, എന്നോട് നിങ്ങളോട് പറയും, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. നീ ജീവിക്കുന്ന കാലം മുഴുവനും നിന്റെ കൂടെ ഞാനുണ്ടാവും. പക്ഷെ നീ മരിച്ചു കഴിഞ്ഞാൽ, നിന്റെ അവസാനത്തെ ശ്വാസം ഉണ്ടല്ലോ, അതാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ കൊണ്ട് നിനക്ക് കാര്യമില്ല. നിന്റെ അവസാനത്തെ ശ്വാസം വരെ എത്ര വലിയ ആശുപത്രിയിലേക്കും നിന്നെ ചികിത്സക്ക് കൊണ്ടുപോകാൻ നിന്റെ അക്കൗണ്ടിൽ പണമുണ്ട്. പക്ഷെ ആ അവസാനത്തെ ശ്വാസം വന്നു കഴിഞ്ഞാൽ ആ പണം കൊണ്ട് നിനക്കൊരു കാര്യമില്ല, അത് വേറെ ആളുകളുടേതാണ്. ശരിയല്ലേ? രണ്ടാമത്തെ സുഹൃത്ത് കുടുംബമാണ്. ഈ കുടുംബം മനുഷ്യനോട് പറയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ താക്കീത് ചെയ്യുകയാണ്. ഈ കുടുംബം എന്നോടും നിങ്ങളോടും പറയുകയാണ്, നീ പേടിക്കണ്ട, നീ ജീവിക്കുന്ന കാലം മാത്രമൊന്നുമല്ല നിന്റെ കൂടെ ഞങ്ങളുള്ളത്, നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെ കൂടെ ഉണ്ടാവും. അത് ആ കാണുന്ന മരം, ആ മരത്തിൻ്റെ അതുവരെ ഞങ്ങൾ നിന്റെ കൂടെ ഉണ്ടാവും. ഖബർസ്ഥാനിലെ മരത്തെ ചൂണ്ടിയിട്ട് കുടുംബം പറയുന്നു, അതുവരെ ഞങ്ങൾ ഉണ്ടാവും, അവിടുന്ന് അങ്ങോട്ട് നീ ഒറ്റയ്ക്ക് പോകണം. നിന്റെ ഖബറിലേക്ക് മണ്ണ് വാരിയിട്ട് കയ്യിലെ അവസാനത്തെ മൺതരിയും തട്ടിക്കുടഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകും. പിന്നെ ഞങ്ങളുടെ സന്തോഷം, പിന്നെ ഞങ്ങളുടെ ജീവിതം, ഞങ്ങളുടെ സന്തോഷം, ഞങ്ങളുടെ വരുമാനം, ഞങ്ങളുടെ ആനന്ദം അങ്ങനെ കഴിഞ്ഞു. നീ ഇവിടെ ഒറ്റക്കാണ്.
ശരിയല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ നിർണായകമായ സമയങ്ങളിലൊക്കെ നമ്മൾ ഒറ്റയ്ക്കായിരിക്കും, ആരും ഉണ്ടാവില്ല. മൂന്നാമത്തെ ഒരു സുഹൃത്തുണ്ട്. ആ സുഹൃത്ത് അമലാണ്, കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളെ മനുഷ്യനോട് പറയും, നീ പേടിക്കണ്ടടോ, നിന്റെ കൂടെ ഞങ്ങളുണ്ടാകും. നീ ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല ഉണ്ടാവും, നീ മരിച്ചു കഴിഞ്ഞാലും നിന്റെ കൂടെ ഉണ്ടാവും, നിന്റെ പിന്നാലെ പിന്തുടരും. നല്ല അമല് മാത്രമാണോ പറയണത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടിരുന്നു. ചീത്ത അമലും നമ്മുടെ പിന്നാലെ തന്നെ വരും. അപ്പോൾ എന്താണ് നമ്മുടെ സമ്പാദ്യം? അൽമാലു വൽബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയ വൽബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക അജ്റുൻ വ ഖൈറുൻ അമല. അൽമാലു വൽബനൂൻ, നമ്മുടെ നെഞ്ചോട് നമ്മൾ ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്വത്തും സന്താനങ്ങളും നമ്മുടെ ഏറ്റവും വലിയ ആനന്ദമാണ്. ആ ആനന്ദം എന്താണ്? അള്ളാഹു പറയുന്നു, സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഹയാത്തിദ് ദുനിയ എന്നല്ല പറയണത്, സീനത്തുൽ ഹയാത്തിദ് ദുനിയ. ഈ ഇഹലോകം എന്ന വീട്ടിൽ തൂക്കിയിട്ടിരിക്കുന്ന അലങ്കാരങ്ങളാണത്. ഒരു പുതിയ ഷോപ്പ് തുടങ്ങുമ്പോൾ അലങ്കാരങ്ങൾ കെട്ടി തൂക്കുമല്ലോ. എത്ര ദിവസം ഉണ്ടാവും? ഒരു ദിവസം ഉണ്ടാവും, 2 ദിവസം ഉണ്ടാവും, 3-ാമത്തെ ദിവസം എടുത്തൊഴിവാക്കും, അല്ലേ? ഇങ്ങനെ എടുത്തൊഴിവാക്കുന്നതാണ് ഇതൊക്കെയാണ്. ഒരു മരം മുറിച്ചു കഴിഞ്ഞാൽ കുറ്റി മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ആ തോലിങ്ങനെ അടർന്നു പോവും, ചീഞ്ഞു പോവും. കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ആ വെളുത്ത ഭാഗം അങ്ങനെ ചീഞ്ഞു പോവും. എന്നാൽ എത്ര ദിവസം കഴിഞ്ഞാൽ ആ കറുത്ത ഭാഗം അവിടെ തന്നെ ഉണ്ടാവും. കാതലായ വശം എന്ന് നമ്മൾ പറയുന്ന ആ മരത്തിൻ്റെ കാതലായ ഭാഗം അവിടെ തന്നെ ഉണ്ടാവും. ഈ 3 കാര്യങ്ങളെ കുറിച്ചാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്. അടർന്നു പോകാത്തൊരു ഭാഗമുണ്ട്, അത് അമലു സ്വാലിഹാത്തുകളാണ്. അപ്പോൾ വൽ ബാഖിയാത്തു സ്വാലിഹാത്ത്, നമ്മൾ ചെയ്തു കൂട്ടുന്ന നല്ല കർമ്മങ്ങൾ മാത്രമാണ് നമ്മൾക്ക് അല്ലാഹുവിൻ്റെ അടുത്തേക്കുള്ളത് എന്ന്. അമലുകളല്ല, അമലു സ്വാലിഹാത്തുകൾ. അമലുകളെല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ. പണ്ടുള്ളതിനേക്കാളും അമലുകൾ നാട്ടിൽ വർദ്ധിച്ചിട്ടുണ്ട്. വളവിലും തിരുവിലും ഒക്കെ പള്ളിയാണ്. ആ പള്ളിയിൽ നിറയെ ആളുകളുണ്ട്. നിസ്കാരങ്ങൾക്കൊക്കെ എമ്പാടും ആളുകളുണ്ട്. പണ്ട് കാലത്തൊക്കെ പറയാറുണ്ട്, ജമാഅത്ത് നിസ്കാരത്തിന് എത്ര ആളുണ്ട് എന്നറിയാൻ പുറത്തെത്ര വടി ഉണ്ട് നോക്കിയാൽ മതി. കാരണം വടി കുത്തി പിടിക്കുന്ന പ്രായമാകുന്ന ആളുകളെ നിസ്കരിക്കാൻ വരിക. ഇന്നതൊക്കെ മാറി. നിന്ന് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം എല്ലാ പള്ളികളിലും ഉണ്ട്. പണ്ടതില്ലായിരുന്നു. എന്തുകൊണ്ടത്? പാൻറ് ഷർട്ട് വരുന്നവർ ഇപ്പോഴാണ് തുടങ്ങിയത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ പുതിയ തലമുറ ആരാധനാകർമ്മങ്ങളിലേക്ക് എന്തായിട്ടുണ്ട്, കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹജ്ജിന് എത്ര കോട്ട വർദ്ധിച്ചിട്ടും പിന്നെ ആളുകൾ പുറത്താണ്. സദഖകൾ, സക്കാത്തുകൾ, ഇങ്ങനെയുള്ള ദാനധർമ്മങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചിട്ടുണ്ട്. അമലുകൾ വർദ്ധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന് വേണ്ടത് അമലുകളല്ല. ഒരു സൊഫിൽ 10 ആളുകൾ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ ആ 10 ആളുകളും ചെയ്യുന്നത് ഒരേ പ്രവർത്തനമല്ലേ? ഒരേപോലെ സുജൂദ്, ഒരേപോലെ റുക്കു, ഒരേപോലെയുള്ള പ്രാർത്ഥന ഒക്കെ ഒരുപോലെയാണ്. പക്ഷെ ആ 10 ആളുകൾക്കും കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയാണോ? അല്ല. 10 ആളുകൾക്കും 10 വിധത്തിലുള്ള പ്രതിഫലമാണ്. എന്തുകൊണ്ട്? എല്ലാവരുടേതും അമലാകുന്നുണ്ട്, പക്ഷെ കുറച്ച് ആളുകളുടേത് അമല് സാലിഹാത്ത് ആകുന്നുള്ളൂ, അല്ലേ? നിങ്ങൾ നോക്കൂ, നിസ്കരിക്കാൻ വരുന്ന ആളുകളോടോ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോടോ പറയാത്ത ഒരു കാര്യം നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന ആളുകളോട് പരസ്യം പറയുന്നുണ്ട്. നിസ്കരിക്കാൻ വരുന്ന ആളുകളോടല്ലത് പറയണത്, നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടല്ലത് പറയണത്. നിസ്കാരം കഴിഞ്ഞ് ഇടതുകാല് വെച്ച് പുറത്തിറങ്ങുന്ന ആളുകളോട് അള്ളാഹു പറയുന്നുണ്ട്. ഇടതുകാല് നമ്മൾ സാധാരണ വെക്കാറുള്ളത് അഴുക്കുള്ള ഭാഗത്തേക്കാണ്, ബാത്റൂമിലേക്ക് ഇടതുകാലം വെക്കാറുള്ളത്, അല്ലേ? അങ്ങനെയാണെങ്കിൽ പള്ളിയിൽ നിന്നൊരാൾ ഇറങ്ങുമ്പോൾ ഇടതുകാലം വെക്കണത്. കാരണം എന്താ? അഴുക്കിലേക്കാണ് ഇറങ്ങുന്നത്. ഈ പള്ളിയുടെ ഉള്ളിൽ നിന്ന് കിട്ടിയ വെളിച്ചവും വിശുദ്ധി ഉണ്ടല്ലോ, അത് തകർക്കാൻ പറ്റുന്ന എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു അഴുക്കിലേക്കാണ് അയാൾ ഇടതുകാല് വെച്ച് പുറത്തേക്ക് ഇറങ്ങുന്നത്. അയാളുടെ കീശയിലേക്ക് വരുന്ന കാശും അയാളുടെ നാവിൽ വരുന്ന വാക്കും അയാൾ കണ്ണുകൊണ്ട് കാണുന്നതും അയാൾ കാതുകൊണ്ട് കേൾക്കുന്നതും കൈകാലുകൾ കൊണ്ട് പ്രവർത്തിക്കുന്നതും ഒക്കെ അഴുക്കുകളാകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇടതുകാല് വെച്ച് പള്ളിയുടെ പുറത്തിറങ്ങുന്ന ആളോട് പടച്ചോൻ പറയുന്നത് എന്താ? ഫഇദാ ഖുദിയത്തിസ് സ്വലാത്തു ഫൻതശിറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫളില്ലാഹി വദ്കുറുല്ലാഹ കസീറ. ഇനി പടച്ചോനെ ആലോചിക്കണം എന്നല്ല പറയണത്, ഇനി പടച്ചോനെ കുറിച്ച് ധാരാളമായി ഓർക്കണം. കാരണം എന്താണ്? ഇനി അള്ളാഹുവിനെ ധാരാളമായി മറക്കാൻ സാധ്യത ഉണ്ട് എന്നാണ്. ഒരു നല്ല കാര്യം ചെയ്യാൻ അധികം ഈമാനൊന്നും വേണ്ട. എന്നൊരു ചീത്ത കാര്യം ചെയ്യാതിരിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ഈമാൻ ആവശ്യമുണ്ട്.
പള്ളിയിൽ പോയി നിസ്കരിക്കുക എന്നുള്ളത് അധികം ഈമാനൊന്നും അധികം ഭക്തിയൊന്നും ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. എന്നാൽ ആ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരാൾ ഹറാമായ ഇടപാടുകളിൽ നിന്നും ഹറാമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഹറാമായ ദൃശ്യങ്ങളിൽ നിന്നും കണ്ണും മനസ്സും കൈകാലുകളും മാറ്റണമെന്നുണ്ടെങ്കിൽ ആ പള്ളിയിലേക്ക് കയറിപ്പോകാൻ അയാൾക്ക് ആവശ്യമായ ഈമാനിൻ്റെ ഒരു 10 ഇരട്ടി ഈമാനെങ്കിലും ഉണ്ടെങ്കിൽ ഒരു തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അള്ളാഹു പറയുന്നത് വദ്കുറുല്ലാഹ കസീറ. നോമ്പ് നോൽക്കാൻ ഉദ്ദേശിക്കുന്ന ആളോടോ നോമ്പ് നോറ്റുകൊണ്ടിരിക്കുന്ന ആളോടോ പറയാത്ത ഒരു കാര്യം ആ നോമ്പെല്ലാം നോറ്റ് കഴിഞ്ഞ ആളോടല്ല പറയുന്നുണ്ട്. വലി തുക്കുമിലുൽ ഇദ്ദത വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. പടച്ചവനാണ് വലുത് എന്നറിയാനായിരുന്നു ഈ പ്രവർത്തനം. വെള്ളമായിരുന്നു വലുത് എങ്കിൽ ആ വെള്ളം ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു. ഭക്ഷണമായിരുന്നു പ്രധാനമെങ്കിൽ ആ ഭക്ഷണം ഒഴിവാക്കാൻ കഴിയില്ലായിരുന്നു. ശരീരത്തിന്റെ പലതരത്തിലുള്ള മോഹങ്ങളും ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിരുന്നു വലുത് എങ്കിൽ അതൊന്നും നമുക്ക് തൽക്കാലത്തേക്ക് ഒഴിവാക്കാൻ പറ്റില്ലായിരുന്നു. പക്ഷെ അതൊക്കെ നമ്മൾ ഒഴിവാക്കിയല്ലോ. പിന്നെ ആരാണ് വലുത്? അല്ലാഹു. വലി തുക്കബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. പടച്ചവനാണ് വലുത് എന്നറിയാനാണ് ഈ 30 ദിവസത്തെ പകലുകളിൽ വ്രതമനുഷ്ഠിച്ചത് എന്നാണ് പടച്ചവൻ പറയുന്നത്. ഹജ്ജിന് വരുന്ന ആളുകളോടോ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളോടോ പറയാത്തൊരു കാര്യം, ഹജ്ജ് കഴിഞ്ഞ് ഇഹ്റാമിന്റെ വസ്ത്രം അഴിച്ചു വെച്ച് നാട്ടിലേക്ക് പോകാൻ വിമാനം കാത്തിരിക്കുന്ന ആളോട് പടച്ചവൻ പറയുന്നുണ്ട്, ഫഇദാ ഖളൈതു മനാസിക്കക്കും വദ്കുറുല്ലാഹ കദിക്രിക്കും ആബാഅക്കും ഔ അശദ്ദ ദിക്റ. ഇനി പടച്ചവനെ നല്ലോണം ആലോചിക്കണം കേട്ടോ. പണ്ട് കാലത്ത് ഹജ്ജ് കഴിഞ്ഞാൽ നിങ്ങളുടെ പിതാക്കളെയും പിതാമഹന്മാരെയും വിളിച്ച് നിങ്ങൾ അവരെ ഓർക്കുന്നതിനേക്കാൾ ശക്തമായി, ജാഹിലിയത്തിൽ അവർ പിതാക്കളെയും പിതാമഹന്മാരെയും വിളിച്ച് പറയുന്നതിനേക്കാൾ ശക്തമായി നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ അല്ലാഹു എന്ന ഓർമ്മ നിരന്തരമായി ഇനി പ്രതിസ്പന്ദിച്ചു കൊണ്ടിരിക്കട്ടെ. കാരണം എന്താണ്? അല്ലാഹു എന്ന ഓർമ്മ പല വിധത്തിൽ തകരാൻ സാധ്യതയുള്ള നാട്ടിലേക്കാണ് നിങ്ങൾ പോകുന്നത് എന്ന് അല്ലേ? അപ്പൊ നിസ്കാരം എന്ന 3-4 മിനിറ്റ് നമ്മൾ ചെലവഴിച്ചത് എന്തിനാണ്? ഒരു ദിവസം 24 മണിക്കൂറാണ്. ഈ ദിവസത്തെ എല്ലാ നിസ്കാരങ്ങളുടെയും സമയം ഒന്ന് 5 നേരത്തെ നിസ്കാരത്തെ സമയത്ത് കൂട്ടി നോക്കിയാൽ അത് 24 മിനിറ്റേ ഉണ്ടാവുള്ളൂ. അപ്പൊ 24 മണിക്കൂറിൽ 24 മിനിറ്റ് മാത്രമല്ല ആലോചിച്ച പോരല്ലോ. ഈ 24 മിനിറ്റ് നമ്മൾ ചെലവഴിച്ചത് ഈ 24 മണിക്കൂറിലേക്കും വേണ്ടിയായിരുന്നു. അപ്പൊ ഇബാദത്തുകളുടെ ലക്ഷ്യം യഥാർത്ഥത്തിൽ അതാണ് എന്നർത്ഥം. ശരി. അപ്പൊ സമ്പാദ്യം എന്താണ് എന്ന മനുഷ്യന്റെ ഒരു ചിന്തയുണ്ട്, എന്റെയും നിങ്ങളുടെയും ഒരു ആലോചനയുണ്ട്. ആ ആലോചനയാണ് അമലു സ്വാലിഹാത്തുകളിലേക്ക് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. വളരെ സ്വകാര്യമായ നല്ല അമലുകൾ ചെയ്യാനാണ് അള്ളാഹുവും അവൻ്റെ റസൂലും നമ്മെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. സ്വകാര്യമായ നല്ല അമലുകൾ. പരസ്യമായി നമ്മൾ ചെയ്യുന്ന ഒരു അമലുണ്ട്, അത് നിസ്കാരമാണ്. എന്നാൽ ആ നിസ്കാരത്തെക്കുറിച്ചാണ് ആത്മാർത്ഥത നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് കേട്ടോ എന്ന് നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചിട്ടുള്ളത്. നിസ്കാരത്തിൽ ശ്രദ്ധയില്ലാത്തവരെ കുറിച്ച് പറയുന്നുണ്ട്, നിസ്കാരത്തെക്കുറിച്ച് ഭക്തിയില്ലാത്തവരെ കുറിച്ച് പറയുന്നുണ്ട്, നിസ്കാരത്തിൽ അലസരായി കഴിയുന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. കാരണം എന്താണ്? അത് പരസ്യമായ അമലാണ്. പരസ്യമായ അമലിൽ ആത്മാർത്ഥത നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെ ഉണ്ട് എന്നതുകൊണ്ട് തീർച്ചയായും ഈ മഖാമു ഇബ്രാഹിമിൽ വെച്ച് നിസ്കരിക്കുമ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതൊരു വല്ലാത്ത പ്രാർത്ഥനയാണ്. എന്നാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ലോകം കണ്ട ഏറ്റവും വലിയ ദരിദ്രന്മാരിൽ ഒരാളായിരുന്നില്ല അള്ളാഹുവിൻ്റെ റസൂൽ. ഒരു ഉമ്മയില്ല, ഒരു ഉപ്പയില്ല, ഒരു പെങ്ങളില്ല, ഒരു അനുജനില്ല, ഒരു ജ്യേഷ്ഠനില്ല, ഒരു ആൺകുട്ടിയില്ല എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ എല്ലാ സങ്കടങ്ങളും റസൂലിനുണ്ട്. പക്ഷെ ഈ ലോകത്തെ ഏറ്റവും സ്വസ്ഥതയോടുകൂടി കടന്നുറങ്ങിയ മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. എന്തുകൊണ്ടാണത്? ഈ ലോകത്തെ ഏറ്റവും കഷ്ടപ്പാടുള്ളൊരു മനുഷ്യന്, ഈ ലോകത്തെ ഏറ്റവും വലിയ സമാധാനത്തോടുകൂടി കടന്നുറങ്ങിയ ഒരു മനുഷ്യനായി മാറിയത് എന്തുകൊണ്ടാണ്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഈമാൻ. ആ ഈമാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഖാമു ഇബ്രാഹിമിൽ വെച്ച് നിസ്കരിക്കുമ്പോഴൊക്കെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്ന ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാനൻ യുബാശിറു ഖൽബി യഖീനൻ സ്വാദിഖ ഹത്താ അഅലമ അന്നഹു ലൻ യുസീബനി ഇല്ലാ മാ കതബതലി വരിളൻ ബിമാ ഖസംതലി. അല്ലാഹുവേ, എനിക്ക് നീ ഈമാൻ തരണമേ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഈമാൻ, അല്ലാഹുവേ നീ എനിക്ക് ഈമാൻ തരണമേ. എങ്ങനെയുള്ള ഈമാൻ? യുബാശിറു ഖൽബി, എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് പടർന്ന് കയറിയ വിശ്വാസം. വെറുതെ പറയാനും പ്രസംഗിക്കാനുള്ള വിശ്വാസമല്ല.
ഒരു ശക്തമായ മരത്തെ ആടിയുലയാതെ നിലനിർത്തുന്നത് മണ്ണിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയ അതിൻ്റെ വേരുകളാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ എൻ്റെ ഉള്ളിലേക്ക് ആഴ്ന്ന് ഇറങ്ങിയ ഈമാനിൻ്റെ വേരുകൾ നീ എനിക്ക് നൽകണമേ. അതാണ് യുബാശിറു ഖൽബി. യഖീനൻ, ശക്തമായിരിക്കണം. സ്വാദിഖൻ, സത്യസന്ധവുമായിരിക്കണം. പിന്നെ ആ ഈമാൻ കൊണ്ട് കിട്ടേണ്ട 2 ഗുണങ്ങളാണ്. ഒന്ന്, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അത് നീ തന്നതാണ് എന്നെനിക്ക് സമാധാനിക്കാൻ കഴിയണം. അത് പടച്ചോൻ തന്നതാണ്. വരിയല്ലൻ ബിമാ ഖസംതലി, എൻ്റെ ജീവിതത്തിൽ എന്താണോ കിട്ടിയത് അത് എത്ര കുറച്ചാണെങ്കിലും എനിക്ക് സമാധാനത്തോടുകൂടി സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയണം. വരിയലൻ, എനിക്ക് സന്തോഷിക്കാൻ കഴിയണം. ബിമാ ഖസംതലി, പടച്ചോനെ നീ എന്താണോ എനിക്ക് തന്നത് അതിൽ. ആലോചിച്ച് നോക്കൂ. ഇത് റസൂലുള്ളാഹിയുടെ ജീവിത വീക്ഷണവുമായി ബന്ധപ്പെട്ടൊരു പ്രാർത്ഥന കൂടിയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം അധികമായിപ്പോയി, നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നമ്മുടെ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഒരു അമലായി പടച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി തീർച്ചയായും പ്രാർത്ഥന ഉണ്ടാകും. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ ശക്തി. ആ ശക്തിയെ തിരിച്ചറിയുമ്പോഴാണ് ആ പ്രാർത്ഥനയുടെ ശക്തി നമ്മൾ അനുഭവിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.